അതല്ല അതന്നെ വായിക്കോ അത് വലുത് തന്നെ ഞാൻ മഴ വഴുക്കണ്ട കേട്ടോ. കൊണ്ടുപോയിട്ട് നല്ലൊരു മെക്കാനിക് ഷോ ഇല്ലാന്ന് തോന്നുന്നു. കിട്ടുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെവൻ സിസ്റ്റർ ഫാൾസ് കേട്ടോ. അതായത് 300 മീറ്ററിലധികം ഉയരമുള്ള പാറക്കെട്ടുകളിൽ നിന്നാണ് ഈ വെള്ളം താഴോട്ട് വീഴുന്നത് കേട്ടോ. ഒത്തിരി മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റില്ല, അത്രത്തോളം മനോഹരമാണ് കേട്ടോ. ചാർജുണ്ട്. എല്ലാവരും നല്ല പ്രിപ്പയർ ആവാൻ അച്ഛൻ സ്പ്രൈറ്റ് വണ്ടി പോവില്ല, എന്തായാലും നമുക്ക് അതിലെ പോവില്ല. അതല്ല അതന്നെ വായിക്കോ അത് വലുത് തന്നെ ഞാൻ മഴ വഴുക്കണ്ട കേട്ടോ. പോകാൻ പറ്റുമോ? ദിലീപൊക്കെ അവിടെ എന്താ അവിടെ പോയി നിൽക്കണേ? साकेत में आलेला साकेत फ्रेंड अरे चलो കേവിന്റെ പേര് ഓർത്ത് വെച്ചോളൂ. ഒരു മിനിറ്റ് তুমি গোটা কেভটা ঢুকতে পারবে না, কারণ കൊട കേവിന്റെ പേര്
അങ്ങനെ നമ്മൾ സെവൻ സിസ്റ്റർ ഫാൾസ് കണ്ട് അവിടെ അധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മൾ മൗസ് മൈ കേവ് അവിടേക്ക് പോയിട്ടോ. ആ കേവിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കടന്നില്ല, കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, അതിൻ്റെ അകത്തോട്ട് കിടക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഞാൻ ഒറ്റയ്ക്ക് മാത്രം പോയിട്ട് വന്നാലോ എന്ന്. പക്ഷേ നമ്മൾ പോകുന്നത് ഒരു സൈഡിൽ കൂടെയും വരുന്നത് ഒരു സൈഡിൽ കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വല്ല മിസ്സിങ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് കരുതി ആരും അകത്തോട്ട് കയറിയില്ല കേട്ടോ. കാരണം നല്ല മഴ കൂടെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ടും അവിടെ നിൽക്കാനൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ കണ്ടു. പുറത്തു നിന്ന് നല്ല മനോഹരമായതായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചുണ്ണാമ്പ് അങ്ങനെ എന്തോ ഒരു ഉള്ള ഗുഹകളാണെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്കത് കാണാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം അറിയില്ല കേട്ടോ. പിന്നെ ഒത്തിരി നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട്, എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട ആ സെവൻ സിസ്റ്റർ ഫാൾസിലോട്ട് തന്നെ വരാം. ഒത്തിരി മനോഹരമായ ഒരു പേര് കേട്ട ഒരു ഫാൾസാണ് കേട്ടോ ഈ ഒരു സെവൻ സിസ്റ്റർ ഫാൾസ് എന്ന് പറയുന്നത്. ചിറാപുഞ്ചിയിൽ അടുത്ത് തന്നെയാണ് അത് കേട്ടോ. ഒത്തിരി പേര് കേട്ട ഒരു ഫാൾസാണ് അത്. നമ്മൾ മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കാണുന്ന വെള്ളം ഇങ്ങനെ, ഇപ്പം നമ്മൾ പോകുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വെള്ളം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്തിലും ചെറുതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ ആ 7 ഇതും ഇങ്ങനെ ഒഴുകി വെള്ളം താഴോട്ട് വരുന്നത് കാണാൻ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ച നല്ല മഴക്കാലത്താണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഈ കോടമഞ്ഞും ഇതൊന്നും ഇല്ലാതെ ഉണ്ടാവുമല്ലോ, ആ സമയത്താണ് അത് ഒത്തിരി ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അടിപൊളി ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയൊക്കെ പ്ലേസാണ് കേട്ടോ അത്. അപ്പോൾ ചിറാപുഞ്ചിയിൽ വരുന്നുണ്ടെങ്കിൽ ആരായാലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് കേട്ടോ. അടിപൊളി. നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. ചിറാപുഞ്ചിയിൽ വരുന്നവർ ഉറപ്പായിട്ടും സെവൻ സിസ്റ്റർ ഫാൾസ് കാണാൻ പോകണം കേട്ടോ. പിന്നെ ജൂൺ ആ മാസത്തൊക്കെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല മഴ സമയത്തൊക്കെ കുറച്ച് ഇതാണ്. എങ്കിലും പറ്റുന്ന ആൾക്കാർ വന്ന് കണ്ടിട്ട് പോവാട്ടോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒത്തിരി മനോഹരമായിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു ആ ഒരു ഫാൾസ്. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും കേട്ടോ. ഒത്തിരി തിരക്കുണ്ടായിരുന്നു. എൻ്റെ മൊബൈൽ സ്റ്റോറേജ് ഫുള്ളായത് കൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഒത്തിരി വീഡിയോസുകൾ ഓൾറെഡി നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് ഫുള്ളായിരുന്നു, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എനിക്ക് ആ മൗസ് മൈ കേവ് എന്ന് പറഞ്ഞാൽ അതും നല്ല ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അധികം അതിലോട്ട് കിടന്നില്ല കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഷിലോങ്ങിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അതുകൊണ്ട് ഷിലോങ്ങിൽ നിന്ന് ഒരു 2 മണിക്കൂർ യാത്രയുണ്ട് ചിറാപുഞ്ചിയിലോട്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ തോന്നുന്നു. ഷിലോങ്ങിൽ നിന്ന് വരികയാണെങ്കിൽ കുറച്ചടുത്താണ്. നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് ഷിലോങ് വന്ന് ഷിലോങ്ങിൽ നിന്നാണല്ലോ വന്നത്, അപ്പോൾ അങ്ങനെ ആയിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഇതിലൂടെ നമ്മൾ പോകുന്ന ഞാൻ പറഞ്ഞില്ലേ, വഴികളിലൂടെ പോകുമ്പോൾ തന്നെ എവിടെ നോക്കിയാലും ഈ ഒരു പച്ചപ്പാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് ഒത്തിരി നമ്മളെ എന്താ പറയുക ഇതാക്കുന്ന ഒരു ഇത് തന്നെയാണ്. കാരണം പ്രകൃതി എന്താ പറയുക അത്രത്തോളം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എന്താ പറയുക, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒത്തിരി മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതേപോലെ ഒത്തിരി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്. നമ്മൾ അധികമൊന്നും കവർ ചെയ്യാത്തത് കൊണ്ടും പോകാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും നമുക്ക് അധികമൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെന്താണ്, അങ്ങനെ 1-2 ഫാൾസ് ഉണ്ട്. ഇപ്പോൾ ഈ സെവൻ സിസ്റ്റർ ഫാൾസിന് വേറൊരു പേര് കൂടെ ഉണ്ട്. ആ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. വേറെന്താ പറയുക, നല്ല രസമുള്ള എന്താ പറയുക ഭയങ്കര മനോഹരമായിട്ടുള്ള എപ്പോഴും മഴ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ചിറാപുഞ്ചി കേട്ടോ. അത്രയ്ക്ക് എന്താ പറയുക നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ തരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളിതിലോട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ സമയമായിട്ടുണ്ടായിരുന്നു, ഫുഡൊന്നും കഴിച്ചില്ല. നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഷിലോങ് എത്തുമ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഫുഡ് കേട്ടോ. കാരണം ഒത്തിരി വിശപ്പും ഇല്ല നമ്മൾ രാവിലെ കഴിച്ചതുകൊണ്ടും. പിന്നെ നമ്മുടെ വണ്ടിയിൽ സ്നാക്സ് ഉണ്ടായിരുന്നു, സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് ഒത്തിരി വലിയ വിശപ്പെന്ന് പറയാൻ ആർക്കും ഇല്ല. എങ്കിലും ചെറിയൊരു വിശപ്പുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്താ പറയുക കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് പറഞ്ഞ ആ മൗസ് മൈ കേവ് എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല് ഗുഹ ആണ് കേട്ടോ. അതായത് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ചുണ്ണാമ്പ് കൊണ്ടാണ് ആ ഗുഹ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം ഇതാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് എത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നോക്കുക.
നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും അതിൽ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇവിടെ വരുമ്പോൾ എല്ലാവരും പോകണം കേട്ടോ. വേറെ എന്താ പറയുക, നമ്മൾ നോക്കൂ, നല്ല എവിടെ നോക്കിയാലും ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ വെള്ളങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത് കാണാം കേട്ടോ. പാറക്കെട്ടുകളിലൂടെ വെള്ളങ്ങൾ ഒഴുകുന്നതും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ ഒത്തിരി കാണാൻ പറ്റും. കാരണം ഇവിടുത്തെ ഏറ്റവും ഒരു അത് തന്നെയാണ് കേട്ടോ. അതേപോലെ ഗസ്റ്റ് ഹൗസുകളും വീടുകളും എല്ലാം ഉണ്ട് അവിടെ. ആ മലകൾ അപ്പുറത്ത് നിൽക്കുന്നു. എന്തായാലേ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ഇത്രയും ഒരു സിറ്റിയിലൊക്കെ ജീവിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട്, സിറ്റി എന്നല്ല പൊതുവേ എനിക്ക് കുറച്ച് വില്ലേജൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഗ്രാമമൊക്കെ. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും എന്നെ കൊണ്ട് വിട്ടാൽ ജീവിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇതില്ല, അങ്ങനത്തെ ഒക്കെ ഒത്തിരി ഇഷ്യൂസുകളുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഫോണൊക്കെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്താ പറയുക അല്ലേ, ഓരോരോ സ്ഥലത്തും ഓരോരോ വ്യത്യസ്തങ്ങൾ, ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ കാണാനും പഠിക്കാനും നമുക്ക് പറ്റുന്നത് അല്ലേ. അത് മണ്ണിടിഞ്ഞ് നിൽക്കുന്നതാണോന്ന് അറിഞ്ഞൂടാ. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇതുണ്ടായിരുന്നു. അതായത് മണ്ണ് ഇടിയുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടനൊക്കെ. അവർക്കൊക്കെ അറിയാമല്ലോ, ഏട്ടനൊക്കെ അത് കൂടെ പോകാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ കുറച്ചൊക്കെ പേടിച്ചിട്ട് വേണം നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ കേട്ടോ. എന്താ പറയുക, അതേപോലെ സ്കൂള് അങ്ങനെയുള്ള ഒത്തിരി നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചില കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് നമുക്കവിടെ കാണുമ്പോൾ ചിലപ്പോൾ പേടി തോന്നുമായിരിക്കാം. അല്ലാതെ അവിടെ ജീവിച്ച് അവിടെ വളർന്ന ആൾക്കാർക്ക് അതത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫുഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ ആയാലും, ഇവിടെ ആയാലും ഷിലോങ് ആയാലും ഫുഡുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഫുഡൊന്നുമല്ല ഇവിടെ അങ്ങനെ കിട്ടുക. ഇവിടെ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യൻ ഹോട്ടൽസിൽ പോകണം. അവിടെയും നമ്മുടെ നാട്ടിലത്തെ അത്ര പോലത്തെ ഫുഡ് കിട്ടുമെന്ന് ചോദിച്ചാൽ അതൊരിക്കലും എവിടെ പോയാലും കിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ എപ്പോൾ നോക്കിയാലും മഴ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മഴ ഇങ്ങനെ പെയ്ത് നമുക്ക് തന്നെ തോന്നി എന്താ ഇങ്ങനെ മഴ കൊണ്ടുപോയിട്ട് നല്ലൊരു മെക്കാനിക് ഷോപ്പ് കിട്ടുന്നുണ്ടോ? അതൊന്നും കുഴപ്പമില്ല. നിലവിൽ ഞാൻ കാട്ടുവാച്ചി നിൽക്കാവും. നോക്കട്ടെ, എടുത്ത് ഒരെണ്ണം എടുക്ക്. ഇവള് നിന്നെ വിട്ടിട്ടിരിക്കും. ശബ്ദം പറ്റിയ എല്ലാരും കേൾക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാട്ടോ. ചായ, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, അതായത് സ്വീറ്റ് പൊട്ടാറ്റോ പോലത്തേക്ക് എന്തോ ഒരു സംഭവമൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ചട്നിയൊക്കെ അതിൻ്റെ കൂടെ ഒരു വ്യത്യസ്തമായിട്ട്, അതുപോലെ ഇലകളൊക്കെ കേട്ടോ. ഏട്ടനൊക്കെ കഴിച്ചു ഇലയൊക്കെ, ഞാനതൊന്നും കഴിച്ചില്ല. പക്ഷേ ആ സ്വീറ്റ് പൊട്ടാറ്റോ പോലത്തെ ഒരു സാധനം, മധുരമൊന്നുമല്ല, പക്ഷേ അതെന്തോ ഒരു ഇതാണ്, കിഴങ്ങാണ്. അത് കഴിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ സ്ഥലത്തും പോകുമ്പോൾ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഇതാക്കാനും പറ്റുന്നുള്ളത്. ഇവിടെ നോക്കൂ, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഭയങ്കര മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതേപോലെ അവിടുത്തെ ചായ എല്ലാം സൂപ്പറായിരുന്നു. ആ ഒരു നമ്മൾ ആ ചട്നിയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് തോന്നുന്നു, അങ്ങനത്തെ ഒരു കിഴങ്ങ് പിന്നെ ഇലകളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ശീലമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഏട്ടനൊക്കെ കഴിച്ചു, ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ ആ കിഴങ്ങ് കഴിച്ചു, നല്ല ടേസ്റ്റ്. ഞങ്ങളെല്ലാവരും കഴിച്ചു, ഞാൻ, കാർത്തു, ചേച്ചി എല്ലാം കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കടകൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ചിലതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എന്താ പറയുക,
ഇങ്ങനെ എന്താണ് ഇങ്ങനെ ക്യാരറ്റ് അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ഞാൻ എടുത്ത കുറേ വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ ഒത്തിരി പഴയ വീഡിയോസുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. എന്താ പറയുക, നല്ല ഭംഗി. കണ്ടോ ഈ വീട് നിൽക്കുന്നത്, തുണിയൊക്കെ തോരിട്ടിട്ടുണ്ട്, അതിൻ്റെ മേലെ കണ്ടോ, നമുക്ക് കാണുമ്പോൾ പേടിയാവുന്നില്ലേ? എന്താല്ലേ ഇവിടത്തേക്ക് മനുഷ്യരെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. പാവം ചില സമയത്തൊക്കെ എനിക്ക് പാവം തോന്നിയിട്ടോ, ചിലതൊക്കെ കാണുന്ന സമയത്ത്. നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മൾ എത്ര നല്ലൊരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രാവശ്യം പോയി, പക്ഷേ എനിക്ക് തോന്നുന്നു അവിടേക്ക് അത് ശീലമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അല്ലേ. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏണ്ടോ എവിടെ നോക്കിയാലും ഇങ്ങനെ മണ്ണിടിച്ചിലും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വന്നിട്ടുള്ള മണ്ണുകളാണെന്നാണ് പറയുന്നത് കേട്ടോ മേലെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡൊക്കെ. അതേപോലെ നോക്കൂ, നല്ലൊരു എന്താ പറയുക, വെള്ളം ഇതായിട്ട് പോകുന്നതും നല്ല രസമുണ്ടോയെന്ന് ചോദിച്ചാൽ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഇതെന്താണ് ഇങ്ങനെ എന്ന് തോന്നുമല്ലോ. അങ്ങനെ കേട്ടോ, അവിടുത്തെ സ്ഥലത്ത് നമുക്ക് ഫസ്റ്റ് കാണുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു പേടി തോന്നുന്നത്. എന്തായാലും ഒത്തിരി മഞ്ഞ കൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒത്തിരി ഇതുപോലെ ക്യാരറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങി അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയും പിന്നെ അവിടെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം മെമ്മറി ഫുള്ളായതുകൊണ്ട് എല്ലാം പോയി. അപ്പോൾ നമുക്ക് അടുത്ത് എന്താ പറയുക, അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും